ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഒരു കറി റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോണത്. പച്ചക്കറിയൊക്കെ ഇല്ലാത്ത സമയത്ത് എന്ത് കറി വെക്കുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ കറികൾ ഉണ്ടാക്കാട്ട. കുക്കറിലേക്ക് 100 ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തേക്കണേ. 2-3 പ്രാവശ്യം കഴുകി അരമണിക്കൂർ കുതിർത്തി വെച്ച കടലപ്പരിപ്പാണ്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്തിയിട്ട് നമ്മൾ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടൂട്ട. മീഡിയം സൈസിലുള്ള ഒരു സവാള, ഒരു തക്കാളി, കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പരിപ്പ് വേവാനായിട്ടുള്ള വെള്ളം ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 5 വിസിൽ വിട്ടെടുക്കാം. പരിപ്പ് വേവുമ്പോഴേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. 1 ടേബിൾ സ്പൂൺ നാളികേരം, കുറച്ച് നാളികേരം എടുത്താൽ മതിട്ട. നാളികേരം ഒരിക്കലും കൂടാൻ പാടില്ല. ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ സാമ്പാർ പൊടി. സാമ്പാർ പൊടിക്ക് പകരം സാധാരണ മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. പച്ചമുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്തോളും. പരിപ്പ് വേവാൻ വെച്ചിട്ട് 5 വിസിൽ വിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറക്കാം. പരിപ്പ് വെന്തുണ്ടോ നോക്കാം. ഇതുണ്ടല്ലേ, പരിപ്പ് നല്ലോണം വെന്തുണ്ട് കേട്ടോ. വെന്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 വിസിൽ കൂടുതൽ വിട്ടോളും. നമുക്ക് ഇതൊന്ന് ഈ കയ്യിൽ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടക്കരുതിട്ട് ഈ കറിക്ക് പരിപ്പൊക്കെ ഒന്ന് നല്ലോണം കാണണം. നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. പരിപ്പിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. നമ്മൾ പെരിഞ്ജീരകമൊക്കെ ചേർത്ത കാരണം നല്ലോണം ഒന്ന് തിളക്കണം കേട്ടോ. കറി തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് പപ്പടം കാച്ചിയെടുക്കാം. അരപ്പ് ചേർത്തിട്ട് നല്ലോണം തിളച്ചുവിട്ട കറിയിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പപ്പടക്കറി എപ്പോഴും നല്ല തിക്കായിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് ചാറായിട്ട് ഉണ്ടാവില്ല. തേങ്ങാപ്പാൽ ചേർത്തിട്ട് തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. തേങ്ങാപ്പാൽ ചേർത്ത് കറി നല്ല ചൂടായി സമയത്ത് മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്ക് കറി വറുത്തിടാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 5 വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 ചുവന്ന മുളക്, 4 ചെറിയ ഉള്ളി 2ആയിട്ട് കീറിയത്, കുറച്ച് വേപ്പില. ഇപ്പം താളിപ്പ് റെഡിയായി. ഇത് കറിയിലേക്ക് ചേർക്കാം. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പപ്പടം കാച്ചിയെടുക്കാം. ഓയിൽ ചേർക്കുന്നുണ്ട്. കറിയിലേക്ക് ഇടാനായിട്ട് 4 പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പപ്പടം എന്തോരം ഇഷ്ടമോ അതനുസരിച്ച് ചേർക്കാം കേട്ടോ. പപ്പടത്തിന് അളവൊന്നുമില്ല. നാല് പപ്പടം കാച്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. പപ്പടം ചേർക്കുമ്പോൾ ചാറ് കുറച്ചും കൂടി കുറുകി പോവും. നിങ്ങൾക്ക് ചാറ് നല്ലോണം വേണം കറിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കറി വെക്കുമ്പോൾ തന്നെ ചാറാക്കിക്കോളും. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ കറി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.